ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി, ലാപ്സ് റേറ്റ്, ഇൻവേർഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻവേർഷൻസ്, ദെൻ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് ഉള്ള ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്ലൈഡ്സിലായിട്ട് രണ്ട് തരത്തിലായിരിക്കും ഇത് പറയുന്നുണ്ടാവുക. സോ എന്താണ് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി? ഇനി ലേമാൻസ് ലാംഗ്വേജ് നമ്മൾ അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇഫ് വി ക്യാൻ ദ ഫ്ലഫി ക്യുമുലസ് ക്ലൗഡ് അല്ലേ, നല്ല ബൾക്കി ആയിട്ടുള്ള ക്ലൗഡ്സ് ഇങ്ങനെ കാണുകയാണ് ആകാശത്ത് ഇൻ ദ സ്കൈ, ആൻഡ് ഇഫ് ദേ ആർ ചേഞ്ചിങ് ദ പൊസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, വൺ പൊസിഷൻ ടു അനദർ, വി കോൾ ഇറ്റ് ആസ് അറ്റ്മോസ്ഫിയർ ഇസ് എൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ. നല്ല കാറും കോളും ഒക്കെ ഉണ്ട്, മേഘങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ രീതിയിൽ പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റീനെ. സോ ഈ മേഘങ്ങളുടെ ഫോർമേഷൻസ് പറയുന്നത് ഇറ്റ് കുഡ് ബി എൻ ഇൻഡിക്കേഷൻ ഓഫ് അത് സ്റ്റെബിലിറ്റി ഓർ അൺസ്റ്റെബിലിറ്റി ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ അത് ഇഫ് ദ ക്ലൗഡ്സ് ആർ സ്റ്റാൻഡിങ് ഇൻ സിറ്റു, അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റേബിൾ കണ്ടീഷൻ അല്ലേ. ബട്ട് അത് പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. അപ്പോൾ ആ രീതിയിൽ പറയാം. തണ്ടർ സ്റ്റോംസിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തണ്ടർ സ്റ്റോംസ്, ക്യൂമുലസ് ഡെവലപ്മെൻറ്റ് അല്ലെ, കാർമേഘങ്ങളൊക്കെ ഉണ്ടാവും, വെർട്ടിക്കൽ മോഷൻ, ദെൻ അൾട്ടിമേറ്റ്ലി പ്രസിപ്പിറ്റേഷൻ മേ കം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി എന്നുള്ള വേർഡിനെ കോയിൻ ചെയ്ത് പറയാമെങ്കിലും കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി എന്നുള്ള ഈ ഒരു എക്സ്പ്ലനേഷനിലാണ് നമ്മൾ പൊല്യൂഷനായിട്ടും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് പറയുന്നുണ്ടാവുക കേട്ടോ. എയർ പൊല്യൂഷനായിട്ടും കൂടി ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റീനെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ പറയാം, അതിന് ശേഷം ഇങ്ങനെയും കൂടിയും പറയണം. എന്താണ് സ്റ്റെബിലിറ്റി ഇൻ ദ അറ്റ്മോസ്ഫിയർ റെഫേഴ്സ് ടു ദ കണ്ടീഷൻസ് ഇക്വിലിബ്രിയത്തിൻ്റെ രീതിയിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ഫാക്ടറി ആലോചിക്കുക. ആ ഫാക്ടറിയിൽ നിന്ന് എന്താണ് അതിൻ്റെ പുകക്കുഴലിൽ നിന്ന് ഇങ്ങനെ എയർ എന്താ റെസിഡ്യൂസ് ഓഫ് എയർ ഈസ് കമ്മിങ് അല്ലേ. അവിടെ നിന്നുള്ള ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസും അവിടെ നിന്ന് എയർ പാഴ്സൽ എന്നാണ് പറയുക. അവിടുത്തെ ആ റെസിഡ്യൂസ് ഓഫ് എയർ ഈസ് കമ്മിങ് ത്രൂ ദി ചിമ്മിനി, ദാറ്റ് എയർ പ്ലൂം ഈസ് കമ്മിങ്. സോ തിങ്ക് അബൌട്ട് എൻ എയർ പ്ലൂം ഓർ എയർ പാഴ്സൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ചൂടുള്ള ഒരു എയർ പാഴ്സലാണെങ്കിൽ അതെന്താ ചെയ്യുക, ആ എയർ പാഴ്സലിൻ്റെ ടെമ്പറേച്ചർ അല്ലേ, ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന ഭയങ്കരമായിട്ടുള്ള ഹീറ്റഡ് ആയിട്ടുള്ള എയർ പാഴ്സലിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും compared to the surrounding air. So what will be the tendency of that air parcel? Its tendency will be to lift up അല്ലേ, അത് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി പോകാനായിരിക്കും എൻ്റെ ടെൻഡൻസി വരിക. അപ്പോൾ ആ ഒരു കണ്ടീഷനെ നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞത്. ഈ ഒരു ബോക്സ് നോക്കിയോളൂ. ഇഫ് ദ ഫാക്ടറിയിൽ നിന്ന് വന്ന ആ ഒരു എയർ പാക്കറ്റിൻ്റെ എയർ പാഴ്സലിൻ്റെ ടെമ്പറേച്ചർ കൂടുതലല്ലേ കമ്പയർഡ് ടു ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ ആ പാഴ്സൽ വാമർ അല്ലേ കമ്പയർഡ് ടു ദി സറൗണ്ടിങ് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലല്ലേ ആ ഒരു പുകക്കുഴലിൽ നിന്ന് വന്നിട്ടുള്ള ആ പുകയുടെ അതുകൊണ്ടാണ് അത് റൈസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷനെ നമ്മൾ അൺസ്റ്റേബിൾ, ദാറ്റ് എന്തുകൊണ്ടാണ് അൺസ്റ്റേബിൾ, അത് അവിടെ ആ ഫാക്ടറിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് സ്റ്റേബിൾ എന്ന് പറഞ്ഞിരുന്നു. ആ ഫാക്ടറിയിൽ നിന്ന് അത് പൊന്തിപ്പോയി അല്ലേ, കാരണം എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് ഉണ്ടായത്, അവിടെ നിന്ന് അത് പൊന്തിപ്പോയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ പറയുന്നത്. സോ ആ ഒരു ഇതിനെ നമ്മൾ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇതല്ല ഫാക്ടറിയിൽ നിന്ന് ഉണ്ടായതല്ല, മേ ബി ഫാക്ടറി അവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്ലൂംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൾഡ് പാക്കറ്റ്, എയർ പാക്കറ്റ് എന്ന് വിചാരിക്കുക. മേ ബി അങ്ങനത്തെ ഐസ് ഫാക്ടറിയോ അങ്ങനെയൊക്കെ ആവാമല്ലോ, മനസ്സിലായോ? ഐസ് ഫാക്ടറി അല്ലെങ്കിൽ ഇപ്പോൾ സം കൂളൻസ്, തെർമൽ പവർ പ്ലാന്റ്സിലൊക്കെ കൂളൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ചാർജ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആ എയർ പാക്കറ്റ്സ്, അതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ കുറവാണ് കമ്പയർഡ് ടു ദി സറൗണ്ടിങ് എയർ. അപ്പോൾ എന്തായിരിക്കും, അത് എവിടെയാണ് ഉണ്ടായത് അവിടെ തന്നെ അത് തങ്ങി നിൽക്കാനായിരിക്കും അതിൻ്റെ ഒരു പരിശ്രമം വരുന്നത്, ആ എയർ പാക്കറ്റിൻ്റെ കേട്ടോ, എയർ പാഴ്സലിൻ്റെ. സോ ഇവിടെ പറയുന്നു ടെമ്പറേച്ചർ ഓഫ് ദ പാഴ്സൽ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദി സറൗണ്ടിങ് ടെമ്പറേച്ചർ, the parcel will be sinking and it will get compressed to the where it originated അല്ലേ, അവിടെ തന്നെ അതിങ്ങനെ നിൽക്കും. അപ്പോൾ ആ കണ്ടീഷനെ നമ്മൾ സ്റ്റേബിൾ കണ്ടീഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി think about an air parcel whose temperature is same as that of the എയർ ടെമ്പറേച്ചർ, സറൗണ്ടിങ് എയർ ടെമ്പറേച്ചറിൻ്റെ സെയിം ആണെങ്കിൽ
അത് ന്യൂട്രൽ സ്റ്റേറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിനെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആകുമ്പോൾ എന്താ സംഭവിച്ചത് കണ്ടോ, ടെമ്പറേച്ചർ ചൂട് കൂടുതലാണ്, അപ്പോൾ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, അത് പൊന്തിപ്പോയി, അപ്പോൾ അൺസ്റ്റേബിൾ കണ്ടീഷനാണ്. ഇനി ചൂട് കുറവുള്ള എയർ പാഴ്സലാണെങ്കിൽ എന്താ ചെയ്യുക, അത് താഴെയാണ് ചെയ്യുക, അത് സറൗണ്ടിങ്ങിലേക്ക് ഇങ്ങനെ, അത് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുതലല്ലേ, അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ എന്താ ഉണ്ടാവുക, അത് താഴത്തേക്ക് താഴത്തേക്ക് പോകാനാണ് ശ്രമിക്കുക, പൊന്തി പോവില്ല, താഴ്ന്ന പോവുക. ഇനി സെയിം ആണെങ്കിൽ ടെമ്പറേച്ചർ സെയിം ആണ്, ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് എന്നാണ്, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പറയാറുണ്ട് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റീനെ ഇങ്ങനെ പറയാറുണ്ട്. ഇഫ് ദ സിന്തസൈസ്ഡ് എയർ പാർസൽ ഇഫ് ഹാവിങ് ദ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ അൺസ്റ്റേബിൾ, ലെസ് ദാൻ ആണെങ്കിൽ സ്റ്റേബിൾ, ഈക്വൽ ടു ആണെങ്കിൽ ന്യൂട്രൽ. അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പടമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കണം, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇത് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി, അപ്പോൾ ഇങ്ങനെ പറയണം, അതിൻ്റെ കൂടെ ഇങ്ങനെയും പറയണം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ലാപ്സ് റേറ്റ്. ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഓൾട്ടിറ്റ്യൂഡ് ദർ വിൽ ബി ഡിപ്പ് ഇൻ ദി ടെമ്പറേച്ചർ, അല്ലെ, ടെമ്പറേച്ചർ അങ്ങനെ കുറഞ്ഞു വരും. ആ കുറയുന്ന റേറ്റിനെയാണ് ലാപ്സ് റേറ്റ് എന്ന് പറയുക, മനസ്സിലായോ? ഒരു എന്താ പറയുക, നമുക്കൊരു 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ കിലോമീറ്റർ എന്ന തോതിലാണ് ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറയുന്നത് ഈ ഒരു ദിവസം, അല്ലേ? ഇന്നിപ്പോൾ ഏതാ ഡേറ്റ്? ഇന്ന് 29-ാം തീയതി ഡിസംബർ. ഈ 29 ഡിസംബർ ഈ ഒരു ഡിസംബർ 2025 ട്രോപ്പോസ്ഫിയറിൽ 1 കിലോമീറ്ററിൽ പോകുമ്പോൾ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ള രീതിയിൽ ലോവർ ചെയ്യാണ്, കുറയാണ്, അല്ലേ? The temperature is decreasing at a rate of 4 degrees centigrade per kilometer in the troposphere on 25 December 2025 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയില്ലേ, അപ്പം അതിനെയാണ് ലാപ്സ് റേറ്റ് എന്ന് പറയുക. എന്താണ്? ഇറ്റ് refers to the rate of decrease in the temperature with increase in the height in the Earth's atmosphere. യൂഷ്വലി ട്രോപ്പോസ്ഫിയറിൽ അത് കുറയുക തന്നെയാണ് ചെയ്യുക, പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിലാകുമ്പോൾ അത് കൂടുക ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ അവർ ഡിസ്കഷൻ ഇസ് ലിമിറ്റിംഗ് ടു ട്രോപ്പോസ്ഫിയർ ഓൺലി, മനസ്സിലായോ? ഇനി ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഹൈറ്റ്, അല്ലേ? ഇനി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ എന്ത് പറയും? ഐസോതെർമൽ കണ്ടീഷനാണ് എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ലല്ലോ, നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയാണ്, കാരണം ഗ്യാസസ് മുകളിലേക്ക് പൊന്തിയിട്ട് എക്സ്പാൻഡ് ആകുമ്പോൾ അവിടെ ഇത് കുറയാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. നൗ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് കുറയുന്നത്? പ്രസൻസ് ഓഫ് ക്ലൗഡ്സ്, വിൻഡ്, വെതർ സിസ്റ്റംസ് ഒക്കെ വേരി ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് ഈ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്തോറും ട്രോപ്പോസ്ഫിയറിൽ അങ്ങനെ കുറഞ്ഞു വരുന്നത്. നൗ വാട്ട് ഈസ് ദിസ്? എ പ്ലോട്ട് ഓഫ് ടെമ്പറേച്ചർ, അല്ല, ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു എന്ന് പറയുന്നത് ഗ്രാഫിക്കലി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെ സൗണ്ടിങ് എന്ന് പറയും. ഇത് കണ്ടോ, ടെമ്പറേച്ചർ ഹൈറ്റ് കൂടുന്തോറും 3000 മീറ്റർ ഒക്കെ ആയപ്പോൾ കണ്ടോ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയി. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും കാണിക്കാം കേട്ടോ, ഇങ്ങനത്തെ ഗ്രാഫുകളായിട്ടും കാണിക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൗണ്ടിങ് എന്ന് പറയുക. ഇനി ആ ഗ്രാഫ് നിങ്ങളുടെ സൗണ്ടിങ്ങിൻ്റെ സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ മോർ റാപ്പിഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് നോക്കിയോളോ, ഇത് കണ്ടോ, ഇത് സ്റ്റീപ്പ്, ഈ ഗ്രാഫ് സ്റ്റീപ്പായിട്ടാണെങ്കിൽ പെട്ടെന്ന് അതിന് ഭയങ്കര സ്റ്റീപ്പായിട്ടാണ്, മോർ റാപ്പിഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. അതിൻ്റെ ജെൻറ്റിൽ സ്ലോപ്പ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു, മനസ്സിലായോ? ഇനി ഈ സൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് എന്നുള്ളതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റും പറ്റുകയാണെങ്കിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പഠിക്കണം. വാട്ട് ഈസ് ലാപ്സ് റേറ്റ്? നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ലാപ്സ് റേറ്റ്. അപ്പോൾ അതെന്തായിരുന്നു? 3 തരത്തിലെ ലാപ്സ് റേറ്റിനെ തന്നെ 3ആയിട്ട് പറയുന്നു. എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ELR, ഡ്രൈ അഡിയാബാറ്റിക് ലാപ്സ് റേറ്റ് DALR, സാച്ചുറേറ്റഡ് അഡിയാബാറ്റിക് ലാപ്സ് റേറ്റ് SALR. ഈ രീതിയിൽ ലാപ്സ് റേറ്റിനെ തന്നെ 3ആയിട്ട് പറയുന്നു. ഓക്കെ, നമ്മൾ സാധാരണ എയർ നമ്മൾ യൂഷ്വൽ കണ്ടീഷനിൽ വരുന്ന എയറിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെയാണ് എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് എന്ന് പറയുക. ആക്ച്വൽ ടെമ്പറേച്ചർ ഡിക്രീസസ്, മനസ്സിലായോ? വെതർ ബലൂൺസ് ഒക്കെ വിട്ടിട്ട് നമ്മൾ അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറിൽ ഈ ഓരോ ലെവലിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു പറയുന്നില്ലേ? അപ്പോൾ അത് ഈ എയർ ബലൂൺസ് ഒക്കെ വെതർ ബലൂൺസ് നമ്മൾ ആ ഒരു ഫോട്ടോഗ്രാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഈ വെതർ ബലൂൺസ് ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് വിട്ടിട്ടൊക്കെയാണ് അതിൽ മേ ബി സം പാരാമീറ്റർ മീൻസ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ് ഒക്കെ വെക്കുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും, സെൻസേഴ്സ് ഒക്കെ വെക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കും അവരത് കണ്ടുപിടിക്കുന്നുണ്ടാവുക കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. വെതർ ബലൂൺസ് ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെ യൂഷ്വൽ എയറിൻ്റെ ആണെങ്കിൽ സാധാ കണ്ടീഷനിൽ ഉള്ള എയറിൻ്റെ ലാപ്സ് റേറ്റ് ആണെങ്കിൽ അതിനെന്ത് പറയും? എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് പറയും, മനസ്സിലായോ? ഇനി ഇതെന്ന് പറയുന്നത് ഈ എയർ പാഴ്സൽ എന്ന് പറയുന്നത്, എയർ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്രഷർ അല്ലേ. പ്രഷർ വരുമ്പോൾ എന്താ പറയുക, ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ കയ്യിലൊരു ബോൾ വെച്ചിട്ട് നമ്മൾ ആ ബോളിനെ സ്ക്യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും, ബോളിന് ഹീറ്റ് വരും, ചൂട് വരും. ഇനി നമ്മൾ ആ ഒരു എയർ പാഴ്സലിനെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെന്താവും, അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മീൻസ് ദ കണ്ടീഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ആർ ഇൻഫ്ലുവൻസിങ് ഫോർ ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി അവർ എയർ അല്ലെ. എയറിന് അങ്ങനെ കംപ്രഷനും എക്സ്പാൻഷനും ഒക്കെ വരാറുണ്ട്. അതിനൊക്കെയാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി അതിൽ ഡ്രൈ അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താ, അൺസാച്ചുറേറ്റഡ് ഡ്രൈ എയറിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ ലാബ്സ് റേറ്റ് എങ്ങനെയാണെന്ന് പറയുന്നതിനെയാണ് ഡ്രൈ അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, എക്സ്പാൻഷനോ കംപ്രഷനോ ഒക്കെ ചെയ്ത് വിത്തൗട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അഡയബാറ്റിക് പ്രോസസ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ എയർ, ഇത് സാധാ എയറിൻ്റെ കാര്യമായിരുന്നു അല്ലേ, നോർമൽ എയറിൻ്റെ കാര്യമായിരുന്നു ഇത്. നോർമൽ എയറിൻ്റെ ലാബ്സ് റേറ്റ് പറയുകയാണെങ്കിൽ എൻവിറോൺമെൻറ്റ് ലാബ്സ് റേറ്റ്. ഇവിടെ അഡയബാറ്റിക് പ്രോസസ്സിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള എയറിന് കംപ്രഷനോ എക്സ്പാൻഷനോ ഒക്കെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവാം, ടെമ്പറേച്ചർ ചേഞ്ച് അങ്ങനെ വരാമല്ലോ, ആ രീതിയിൽ വരാമല്ലോ. അപ്പം അതും അൺസാച്ചുറേറ്റഡ് ഡ്രൈ എയറിൻ്റെ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ അതിനെയാണ് ഡ്രൈ അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുക. അതിൻ്റെ വാല്യൂ 9.8 ഡിഗ്രീസ് സെൽഷ്യസ് പെർ കിലോമീറ്റർ ഒക്കെയാണ് വരുന്നതെന്ന് പറയുന്നു. അപ്പം ഇതിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് സാച്ചുറേറ്റഡ് അഡയബാറ്റിക് ലാബ്സ് റേറ്റ് ആണെങ്കിൽ സാച്ചുറേറ്റഡ് എയർ അല്ലേ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ, മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ വരുന്ന എയറിൻ്റെ അങ്ങനത്തെ കേസാണെങ്കിലാണ് നമ്മൾ എന്താ പറയുക, സാച്ചുറേറ്റഡ് അഡയബാറ്റിക് ലാബ്സ് റേറ്റ് എന്ന് പറയുക. ഇനി ഇത് ലോവർ ദാൻ DALR ആയിരിക്കും എപ്പോഴും SALR. അതിൻ്റെ വാല്യൂ കണ്ടോ, ഇത് ലോവർ അല്ലേ, ഇത് 9.8 ആണെങ്കിൽ ഇവിടെ 4 to 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ കിലോമീറ്റർ ഒക്കെ വരിക. മനസ്സിലായോ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചാൽ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് ലാബ്സ് റേറ്റ്, 3 പോയിന്റ്സ് എഴുതണം. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ലാബ്സ് റേറ്റ്, ക്ലിയർ. ഇനി ഇത് ഈ ലാബ്സ് റേറ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ലാബ്സ് റേറ്റ് ഉണ്ട് അല്ലേ. ഇതൊക്കെയായിരുന്നു ELRും DALRും DSALRും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റീനെ മീൻസ് മെഷർ ചെയ്യാം. ആ ഒരു കണ്ടീഷൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ലാബ്സ് റേറ്റിൻ്റെ ഗ്രാഫുകൾ, സൗണ്ടിങ് ഗ്രാഫുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈറ്റ് കൂടുന്തോറും ഇത് കുറയുന്നത്, ടെമ്പറേച്ചർ കുറയുകയാണ്. ഓക്കെ, അപ്പം അത് എന്താണ്, ELR ഒരേ ഗ്രാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്താ പറയണേ, ഇതിൽ നോക്കിയിട്ട് ELR ലെസ് ദാൻ SALR ആണെങ്കിൽ നമ്മൾ സ്റ്റേബിൾ എന്ന് പറയും കേട്ടോ. അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി സ്റ്റേബിൾ കണ്ടീഷനാന്ന് പറയും, അങ്ങനെയും പറയാം. മനസ്സിലായോ? നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ ഓഫ് ദ പാഴ്സൽ, ടെമ്പറേച്ചർ ഓഫ് ദി ഗോൾഡ് പാഴ്സൽ രീതിയിൽ പറഞ്ഞില്ലേ. ഇനി മാത്തമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ മെറ്റീരിയോളജിസ്റ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. ELR വാല്യൂ ലെസ് ദാൻ SALR ആണെങ്കിൽ അല്ലേ, എന്താ, അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് സൗണ്ടിങ് ഒക്കെ മെഷർ ചെയ്തു, ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് മെഷർ ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്തെ, ഇപ്പോൾ പാലക്കാടത്തെ ELR എന്ന് പറയുന്നത് ഈ ഒരു ഇന്ന ദിവസം ഇറ്റ് ഈസ് ലെസ് ദാൻ SALR ആണെങ്കിൽ, സാച്ചുറേറ്റഡ് എയറിനേക്കാളും കുറവാണെങ്കിൽ എന്താണ്, അവിടെ മഴ വരാനുള്ള ഇതില്ലല്ലോ, സാച്ചുറേറ്റഡ് എയറിൻ്റെ ഇത് കുറവല്ലേ, മീൻസ് കൂടുതലല്ലേ. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം, അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ കണ്ടീഷനാണോ. ഇത് രണ്ടും ELRും DALRും തുല്യമാണെങ്കിൽ ന്യൂട്രലാണ് അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി. ഈ രീതിയിലൊക്കെ പ്രഡിക്ഷൻസും കാര്യങ്ങളും നടത്തും. അപ്പോൾ ഇതിൻ്റെ ബേസിലൊക്കെ ആയിരിക്കാം നമ്മൾ വെതർ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷറബിൾ ആയിട്ടുള്ള ഈ തിങ്സ് ELR SALR ഒക്കെ കണ്ടുപിടിച്ച് ആ വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ യു കുഡ് പ്രെഡിക്റ്റ് ദി അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് പഠിക്കുക കേട്ടോ. ഈ ഒരു വാല്യൂ നോക്കുക, ELR ലെസ് ദാൻ ALR ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, ELR ലെസ്. ഈ സെയിം തിങ് നിങ്ങൾ എയർ ക്വാളിറ്റിയിൽ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ഇത്ര ഡിസ്കഷൻസ് ഇവിടെ ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് എന്താണ് ലാബ്സ് റേറ്റ്, എന്താണ് ടൈപ്സ് ഓഫ് ലാബ്സ് റേറ്റും, ദെൻ ബേസ്ഡ് ഓൺ ദി ലാബ്സ് റേറ്റ് ഹൗ കുഡ് യു ബി ജഡ്ജ്മെൻറ്റൽ റിഗാർഡിങ് ദി അറ്റ്മോസ്ഫിയർ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് വരുന്ന ഇൻവേർഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേർഷൻ. ഇൻവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോർമൽ കണ്ടീഷനിൽ ഒരു എയർ അല്ലേ, എന്താണ്, നമ്മുടെ വീട്ടിൽ നിന്നോ ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന എയർ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ചൂടായിട്ട് ആ ചൂടുള്ള വായു മേളിലേക്ക് പൊന്തി പൊന്തി പോയിട്ട് ആണ് ഏറ്റവും മേളിലെത്തുമ്പോൾ അത് കോൾഡ് എയർ ആയിട്ട് മാറും. കാരണം ഇവിടെ എത്തുമ്പോൾ അത് ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇത് കൂളാവണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നോർമൽ കണ്ടീഷൻ, ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ.
വാം എയർ ഇങ്ങനെ മേളിലേക്ക് പൊന്തി പൊന്തി അതിങ്ങനെ കൂളായി ഇവിടേക്ക് എത്തുമ്പോൾ അത് ഫ്രീസിങ് പോയിന്റ്, ഡ്യൂ പോയിന്റ് അങ്ങനെയൊക്കെ എത്തും. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് എ നോർമൽ കണ്ടീഷൻ. ബട്ട് ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറൽ ഇൻവേർഷൻ എന്ന് പറയാം, ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കണേ? ഇത് നോക്കി നോക്കൂ. നമ്മുടെ ഇത് കണ്ടോ, ഒരു കൂൾ എയർ കോൾഡ്, നമ്മുടെ വാം എയർ, ഈ രണ്ട് കോൾഡ് എയറിൻ്റെ ഇടയിൽ ട്രാപ്പായി പോയി. അപ്പം നമ്മുടെ വാം എയറിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? മനസ്സിലായോ? അപ്പം ഈ വാം എയറിലേക്ക് എന്തൊക്കെ വരും? വാം എയറിലേക്ക് ഇത് കണ്ടോ, കൂൾ എയർ ഉണ്ടായിരുന്നു ഇവിടെ, കൂൾ എയർ. ദെൻ അതിൻ്റെ ഇടയിലൊരു വാം എയർ എന്ന് പറയുന്ന ഒരു എയർ പ്ലൂം ഇറ്റ് ഗോട്ട് സ്റ്റക്ക്. അപ്പോൾ അത് എന്തായി? ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല അല്ലേ? വാം ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് കൂളായി മാറുക എന്നുള്ളതാണ്, അതാണ് നമ്മുടെ രീതി. അപ്പോൾ പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വന്നു? വാം എയർ ഗോട്ട് ഇൻവേർട്ടഡ് ഇൻ ബിറ്റ്വീൻ ടു കോൾഡ് എയർ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ വാം എയറിനെ മേലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കംപ്രസ്ഡായി. ഇതിൻ്റെ ഡെൻസിറ്റി കുറവാണ്, പക്ഷേ അതിൻ്റെ മുകളിലൊരു കോൾഡ് എയർ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് വാം എയറിന് മേലിലേക്ക് ലിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ആ എയറിൽ എന്ത് വരും? അറ്റ്മോസ്ഫിയറിലെ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു പൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? കണ്ടോ, അവിടെ കോൾഡ് എയർ, അവരെ വാം എയർ, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇൻവേർഷൻ ലെയർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? ലാബ് സ്റ്റേറ്റ് യൂഷ്വലി മേളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനെയാണ് ലാബ് സ്റ്റേറ്റ് എന്ന് പറയുക. പക്ഷേ അതിൻ്റെ ഇടയിലൊരു എന്താ പറയുന്നത്, മിക്സിങ് ഓഫ് എയർ കാരണം ദ റിവേഴ്സ് ലാബ് സ്റ്റേറ്റിനെയാണ് ഇൻവേർഷൻ എന്ന് പറയുക. റിവേഴ്സായിട്ട് ലാബ് സ്റ്റേറ്റ് അല്ലേ? ഇവിടെ എന്താ ഉണ്ടായേ? ഇത് മേളിലേക്ക് പോകുന്നൊരു ടെമ്പറേച്ചർ ഇങ്ങനെ കുറയല്ലേ വേണ്ടേ? പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ അത് ഈ ഒരു ഇതാ കാണിച്ചു, ഈ ഒരു കൂൾ എയർ അല്ലേ, ഇവിടുത്തെ ഒരു കൂൾ എയർ, അതിൻ്റെ ഇടയിലൊരു വാം എയർ പാഴ്സൽ വന്ന് സ്റ്റക്കായി. ഓക്കെ, അപ്പം അതിൻ്റെ മുകളിലും കൂൾ എയർ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ലാബ് സ്റ്റേറ്റ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. When reverse of negative lab state occurs, a dense cold stratum of air at ground level get covered by lighter warm air. Okay. അതായത് a dense cold stratum of air get covered by a lighter warm air. അപ്പം അതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ കാരണം എന്തുണ്ടാവും? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോളൂ. ഇൻവേർഷൻ ആക്ട് ആസ് എ ക്യാപ്പ്. അതുപോലെ ഇത് കാരണമാണ് നമ്മുടെ ഡൽഹിയിലും ഒക്കെ ഭയങ്കരമായിട്ട് പൊടിപടലങ്ങൾ വരുന്നത് കേട്ടോ. അതായത് ആ ഒരു എയറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് അവിടെ സ്റ്റക്കായി. ആ ഒരു എയർ പാഴ്സലിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൽ എല്ലാ പൊടിപടലങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെവലിൽ, നമ്മുടെ എന്താ പറയുക, ബ്രീത്തിങ് ലെവലിൽ അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സഫിക്കേഷൻസും കാര്യങ്ങളും വരും. അതുകൊണ്ട് ഡൽഹിയിലൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഇത് യൂഷ്വലി നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ പൊല്യൂഷൻ്റെ ലെവൽ കൂടുതലാകുമ്പോൾ ഇതൊരു ട്രാജഡി ആയിട്ട് മാറും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലണ്ടൻ സ്മോക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഡൽഹിയിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇൻവേർഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? ആ ഒരു മൂവ് ചെയ്യാൻ പറ്റാത്ത ലെയർ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ഇൻ അവർ ലെവൽ ഓഫ് ബ്രീത്തിങ് ആ ഒരു ഇതിൽ വരുമ്പോൾ അവിടെ എല്ലാ പൊടിപടലങ്ങൾ വരുമ്പോൾ സാധാരണ ഇത് പൊന്തി പോവുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഉയർന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ ലെയറിന് ഉയർന്ന് പോകാൻ പറ്റുന്നില്ല, കാരണം അതിൻ്റെ മുകളിൽ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ പൊന്തി പോകാൻ പറ്റാത്തത് കൊണ്ട് ആകെ പ്രശ്നം അല്ലേ? ഫോഗ്, അത് അങ്ങനെയൊക്കെ ഫോഗൊക്കെ വരുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ. ട്രാപ്പ് മോയ്സ്ചർ നിയർ ദി ഗ്രൗണ്ട് ലീഡിങ് ഫോഗ് വരാം, ലോ ലെവൽ അക്യുമുലേഷൻ ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് പാർട്ടിക്കിൾസ് വരാം. ദെൻ വിസിബിലിറ്റി പ്രശ്നങ്ങൾ വരാം. ഡൽഹിയിലൊന്നും ഇപ്പോൾ ഒന്നും കാണാൻ പോലും പറ്റില്ലല്ലോ. അത് ഇതൊക്കെ കാരണമാണ്. കാരണം ആ ലെയർ പൊന്തി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് പറ്റുന്നില്ല. അവിടെ സംഭവിച്ച ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് ഇൻവേർഷനാണ്.
സോ അതാണ് അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇവിടെ ഇതാണ് പ്രശ്നം കണ്ടോ, ഈ വാം എയർ ഇവിടെ വന്നു. ഇവിടെയും കോൾഡ് എയർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ. വാം എയർ മേളിലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. വാം എയർ മേളിലാണെങ്കിൽ അത് അങ്ങനെ ഉയർന്നു പോയേനെ, ലിഫ്റ്റപ്പായിട്ട് പോയേനെ. പക്ഷെ അതും പറ്റുന്നില്ല, കാരണം അതിവിടെ സ്റ്റക്കായി പോയി. അപ്പോൾ അതിലേക്ക് എല്ലാ പൊടിപടലങ്ങളും വരും. അതിനെയാണ് ഇൻവെർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക, പഠിക്കാം കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ഇൻവേർഷൻസ് വരുമ്പോൾ എത്ര തരം ഇൻവേർഷൻസ് ആണ് വരുന്നത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവേർഷൻ എന്താണെന്നുള്ളതും പഠിക്കുക, ടൈപ്സ് ഓഫ് ഇൻവേർഷൻസ്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവേർഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്നും പറയാം അതിനെ. ടെമ്പറേച്ചർ ഇൻവേർഷൻ ഓർ ഇൻവേർഷൻ അത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. നോൺ അഡ്വെക്ഷണൽ ഇൻവേർഷനും അഡ്വെക്ഷണൽ ഇൻവേർഷനും. നോൺ അഡ്വെക്ഷനിൽ തന്നെ രണ്ട് തരം, ഗ്രൗണ്ട് ഓർ ഇൻവേർഷൻ, അപ്പർ എയർ ഇൻവേർഷൻ. അഡ്വെക്ഷനിൽ 3 തരം വരുന്നുണ്ട്. എന്താണ് ഈ ഗ്രൗണ്ട് ഇൻവേർഷൻ? ഗ്രൗണ്ട് ഇൻവേർഷൻ പിന്നെ വേറെ പേരുണ്ട് അല്ലേ, ഗ്രൗണ്ട്, സർഫസ്, റേഡിയേഷൻ, ഇങ്ങനെ 3 തരത്തിലും പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ പകലൊക്കെ ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ എന്തുണ്ടാവും, ആൾക്കാർക്കൊക്കെ ആസ്മ അല്ലെങ്കിൽ അലർജിയൊക്കെ വരില്ലേ. അലർജി പേഷ്യൻസ് അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസ് കൂടുതലും രാവിലെ സമയത്താണ് കൂടുതൽ വരിക. കാരണം എന്താ, ഈ പറയുന്ന താഴത്തെ എർത്തിനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഭൂമി ഭയങ്കര രാത്രിയാകുമ്പോൾ നന്നായി തണുക്കും അല്ലെ, മണ്ണൊക്കെ നന്നായി തണുക്കും. അപ്പൊ അവിടെയുള്ള എയർ ഇങ്ങനെ തണുപ്പായിട്ട് നിൽക്കും. എന്നാൽ അതിന്റെ മുകളിലുള്ള ലെയർ എന്തായിരിക്കും, വാമായിരിക്കും. അപ്പൊ എന്താണ്, കോൾഡ് എയർ പാർസൽ ഈസ് ബിലോ ദി വാം എയർ. വാം എയർ പാർസൽ ഈസ് ഓവർലൈനിങ് ദി കോൾഡ് എയർ പാർസൽ അല്ലെ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കാൽപാദം ഒക്കെ ഉള്ള ആ ഒരു നമ്മുടെ ഒരു ലെവലുള്ള അവിടെയൊക്കെ നമ്മുടെ ശ്വസനത്തിന്റെ ലെവൽ, നമ്മുടെ തലവരെയുള്ള ആ ഒരു ഭാഗത്തൊക്കെ മേ ബി ആ ഒരു ലെവലിലൊക്കെ എന്തായിരിക്കും, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ രാവിലെയൊക്കെ അല്ലെ. പക്ഷെ മേളിലാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഇൻസുലേഷന്റെ എഫക്റ്റ് കാരണം മേളിലാണെങ്കിൽ ചൂടുണ്ട്. അപ്പൊ ഈ താഴെയുള്ള എന്താ പറയാ, ഈ വായുവിനെ പൊന്താൻ പറ്റുന്നുണ്ടാവില്ല രാവിലെ കാലത്തൊക്കെ ആവുമ്പോൾ അല്ലെ. കാരണം ഭൂമി തണുത്തായതുകൊണ്ട്, ഭൂമി ആയിട്ട് ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ ഭയങ്കര ഇതായിരിക്കും, തണുപ്പായിരിക്കും. അപ്പൊ ആ ഒരു തണുപ്പ് ഉള്ള വായുവിലേക്ക് എല്ലാ പൊടിപടലങ്ങളും വരുമ്പോൾ അത് ശ്വസിക്കാൻ നമ്മൾ എന്താ പറയുക, മീൻസ് നമ്മൾ അങ്ങനെ വരും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് രാവിലെയൊക്കെ ഭയങ്കര തണുപ്പും ഇതൊക്കെ. അതുപോലെ തന്നെയാണ് രാത്രിയും വരുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ റേഡിയേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഗ്രൗണ്ട് സർഫസ് ആയിട്ടുള്ള നോൺ അഡ്വെക്ഷണൽ ഇൻവേർഷൻ ആണ് സ്റ്റാറ്റിക് അറ്റ്മോസ്ഫിയർ കണ്ടീഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സബ് സർഫസ് കോൾഡ് സർഫസ് ആയിട്ടുള്ള എർത്തായിട്ട് ടച്ച് ആയിട്ട് വരുന്ന ഒരു ലെയർ എന്തായിട്ട് വരുന്നു, ബ്ലോക്ക് ആയിട്ട് വരുന്നു. മീൻസ് അതിന് ലിഫ്റ്റ് ആവാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഇങ്ങനെ പൊടിപടലങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ആസ്മ അതൊക്കെ വരാം. ഡ്യൂ പോയിന്റ് ഫോഗ് വരാം കേട്ടോ, ഫോഗ് വരുന്നു. ഡ്യൂ പോയിന്റിലും താഴേക്ക് വരുമ്പോൾ അങ്ങനെ വരും. അതുപോലെ അങ്ങനെ അസുഖങ്ങളൊക്കെ വരും എന്നുള്ള രീതിയിലും നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നതാണ് ഡൽഹിയിലെ കേസ് വരുന്നത്. ഡൽഹിയിൽ ഇത് മാത്രമല്ല, ഇതിപ്പോൾ രാവിലെ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. പക്ഷെ ഡൽഹിയിൽ പകലും ഫുൾ ഡേ ഇതാണ് പ്രശ്നം. കാരണം അപ്പർ സർഫസിലേക്കും ഇതിൻ്റെ ഇത് വരുന്നുണ്ട്. വെൻ എ വൈഡ് സ്പ്രെഡ് ലെയർ ഓഫ് എയർ എസൻസ് അല്ലെ, റിസൾട്ടിങ് ഇൻ ദി എയർ വാമർ. എയർ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ് ബിക്കംസ് വാമർ ദാൻ ദി ലോവർ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ അത് അവിടെ എന്താ പറയുന്നത്, ഹയർ ഓൾട്ടിറ്റ്യൂഡിലെ വാമറാണ് ദാൻ അറ്റ് ദി ലോവർ ഓൾട്ടിറ്റ്യൂഡ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻവേർഷൻ. അപ്പൊ ഹയർ ഓൾട്ടിറ്റ്യൂഡിലെ വാമറാണ്. അപ്പൊ അതിന്റെ മേളിലുള്ളത് മേ ബി കോൾഡ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണിച്ച പോലെ ആ ആയിട്ടുള്ള എയർ പാർസലിന് ഇതിലേക്ക് എല്ലാ പൊടിപടലങ്ങളും വരുന്നു. അപ്പൊ ഡൽഹിയിലെ കേസാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലണ്ടൻ സ്മോക്ക് ഇഫക്റ്റും ഇവിടെ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, സബ്സിഡൻസ് ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ അപ്പർ സർഫസ് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ ഒരു ലെവല്, നമ്മുടെ ശ്വസനത്തിന്റെ ലെവലിൽ മുകളിൽ വരുന്ന ഒരു ലെയർ ട്രോപ്പോസ്ഫിയറിൽ ഉള്ള എയറിന് അസെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായോ? കാരണം അതിന്റെ മുകളിലുള്ള ഒരു ലെയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് ഈ ഒരു ലെയറിന് പൊന്താൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എല്ലാ പൊടിപടലങ്ങളും കാര്യങ്ങളും വരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതാണ് സബ്സിഡൻസ് ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ അടുത്ത അഡ്വെക്ഷണൽ ഇൻവേർഷൻ എന്ന് പറയുന്നതിൽ തന്നെ 3 തരം വരുന്നുണ്ട്. അഡ്വെക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടൽ ഇൻവേർഷൻ ഓർ സൈക്ലോണിക് ഇൻവേർഷൻസ്. അതെന്ന് പറയുന്നത് സൈക്ലോൺസ് കാരണമാണ് ഇങ്ങനെ ഇൻവേർഷൻ വരുന്നതെങ്കിൽ അതിനെ ഫ്രണ്ടൽ ഓർ സൈക്ലോണിക് ഇൻവേർഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ടെമ്പറേറ്റ് സോൺസിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത്തരം ഇൻവേർഷൻ കാണുന്നത്.
then that is warm air is pushed by the cold polar air. ഓക്കെ, അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഹൈ ലാറ്റിറ്റ്യൂഡിലൊക്കെ വരുന്നതാണ് അല്ലേ, ഈ പോളാർ റീജിയൻസിൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആയിരിക്കാം ഈ ഫ്രണ്ടൽ ഓർ സൈക്ലോണിക് ഇൻവേർഷൻ. ഇനി അടുത്ത് വാലി ഇൻവേർഷൻ എന്ന് പറയുന്നത്, ഇതിൽ പറയുന്നത് വാലി സൈഡിൽ ഇൻവേർഷൻ കാണാറുണ്ട്. അതായത് നമ്മുടെ എന്താണ് വാലി, ഇപ്പോൾ ഒരു വാലി ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ വാലിയുടെ താഴെ തണുപ്പ് കൂടുതലായിരിക്കും, എന്നാൽ മൗണ്ടെയിൻ്റെ മേളിൽ ചൂടായിരിക്കും. കാരണം മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ മീൻസ് ഇൻസുലേഷൻ്റെ ഇഫക്റ്റ് കാരണമായിരിക്കാം. അപ്പോൾ നമ്മുടെ മൗണ്ടെയിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ കൂടുതലും എന്നാൽ താഴെ എന്താണ് ടെമ്പറേച്ചർ കുറവും. അപ്പോൾ ഈ വാലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, രാവിലെ ഭയങ്കര തണുപ്പും കാര്യങ്ങളും അല്ലേ, ഈ തണുപ്പുള്ള എയർ പാക്കറ്റിന് അപ്പോൾ എയർ പാഴ്സലിന് ഇറ്റ് കനോട്ട് ലിഫ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഓവർലൈൻ ബൈ ദി വാം എയർ ഇൻ ദി മൗണ്ടെയിൻസ് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇത് ഈ വാലി ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഇൻവേർഷൻ എന്ന് പറയുന്നത് സർഫസ് ഇൻവേർഷൻ എന്നാണ് അതിൻ്റെ പേര്. അതല്ലേ പറയുന്നത് കോൾഡ് എയർ ഇരിക്കുന്ന ഒരു സ്പേസിൽ വാം എയർ വരിക, വാം എയർ ഇരിക്കേണ്ട സ്പേസിൽ കോൾഡ് എയർ വരിക. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു ഡെയിലി നടക്കുന്ന, അപ്പം ഇതുകൊണ്ടൊക്കെയാണ് പ്രശ്നങ്ങളും പൊല്യൂഷനും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കണം, അതിനുള്ള റെമഡി മെഷേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ട രീതിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അങ്ങനത്തെ രീതിയിൽ വാം എയർ if it is invading the area of the cold air and cold air if it is invading the place of warm air, ഈ രീതിയിൽ ഒരു മിക്സിങ് നടക്കുന്നതുകൊണ്ട് വരുന്ന ഇൻവേർഷനാണ് സർഫസ് ഇൻവേർഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇതെന്താ നമ്മൾ പഠിച്ചേ, ഇൻവേർഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, അതൊരു ട്രാജഡി എന്നുള്ളത് ഡൽഹിയിലെ കേസ് സ്റ്റഡിയും നമ്മുടെ ലണ്ടൻ കേസ് സ്റ്റഡി, ലണ്ടനിൽ കോള് കത്തിച്ചപ്പോൾ ആ കോളിൻ്റെ ഒരു എന്താ പറയുക ഫ്യൂംസ് ഒരു ലെയറിൽ സ്റ്റക്കായി, ആ ലെയറിനാണെങ്കിൽ ലിഫ്റ്റ് ആവാനും പറ്റുന്നില്ല. അത് കാരണം അത് ശ്വസിച്ചിട്ട് കുറേ പേര് മരിച്ചുപോയി അല്ലേ. അതാണ് നമ്മുടെ ലണ്ടൻ 1952. അതുപോലെ ഡൽഹിയിൽ ഇപ്പോൾ നിരന്തരമായിട്ടുള്ളത് ഈ ഒരു പൊടിപടലങ്ങളും ശ്വസിക്കാൻ പറ്റാത്തതും ഈ ഇൻവേർഷൻ്റെ കാരണം. ആ എയർ പൊന്തി പോവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആ എയറിന് പൊന്താൻ പറ്റുന്നില്ല, അത് സ്റ്റക്കായി നിൽക്കുകയാണ്. ബിക്കോസ് അതിൻ്റെ മേളിൽ എന്താ വരുന്നത്, കോൾഡ് എയർ വാം എയർ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു കോൾഡ് എയർ എന്നുള്ള പോലെ വരുമ്പോൾ അതിന് പൊന്തി പോകാൻ പറ്റുന്നില്ല. പൊന്തിപ്പോയാൽ ഒരു പ്രശ്നമില്ല എയറിന്, മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ ഇൻവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു നമ്മൾ. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് സൈക്ലോൺസ് ആണ്. സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്താ, സൈക്ലോൺസ് ആൻറ്റി സൈക്ലോൺസ് കേട്ടോ. അപ്പോൾ സൈക്ലോൺ എന്ന് പറയുന്നത് എന്താണ്, സൈക്ലോൺസ് പറയുമ്പോൾ സിസ്റ്റം ഓഫ് വിൻഡ്സ് ആണ് അല്ലേ. ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന സംഭവം സിസ്റ്റം ഓഫ് വിൻഡ്സ് റൊട്ടേറ്റിംഗ് ഇൻവേർഡ്സ് ഇൻ ടു ദി ഏരിയ ഓഫ് ലോ ബാരോമെട്രിക്, ലോ പ്രഷർ ഏരിയയിലേക്ക് നമ്മുടെ ഇങ്ങനെ കാറ്റിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് പറയുന്നത്. ഇനി അതെന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ആ രീതിയിലാണ് സൈക്ലോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, നാച്ചുറൽ ഫിനോമിനനാണ്, ലോ പ്രഷർ ഏരിയാസിലാണ് വരുന്നത് അത്. ദെൻ ആൻറ്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഓഫ് സൈക്ലോൺസ് ആണ്, ഹൈ അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് അത് വരുന്നത് കേട്ടോ. ദേ ഫോം ഇൻ ദ റീജിയൻ വിത്ത് ഹൈ അറ്റ്മോസ്ഫിയർ പ്രഷർ. ഹൈ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു സീ കോസ്റ്റ് ഏരിയ അല്ലേ. ഈ ലോ എന്ന് പറയുമ്പോൾ എന്താ മൗണ്ടേനിയസ് റീജിയൻസ് അങ്ങനത്തെ ആ രീതിയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. ദെൻ ഇതിൽ വരുന്നത് ഡിഫറൻസ് ആണ്. അപ്പോൾ സൈക്ലോൺ കാരണം ബാഡ് വെതറും ഭയങ്കരമായിട്ടുള്ള മഴ ക്ലൗഡ്സ് ഒക്കെ ഉണ്ടാവും. ദെൻ വിൻഡ്സ് കൗണ്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയറും ക്ലോക്ക് വൈസ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയറും ആണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ഇനി ആൻറ്റി സൈക്ലോൺ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ആ ഒരു തരം കാറ്റ് വന്നു കഴിഞ്ഞാൽ ഫെയർ വെതറൊക്കെ ആയിരിക്കും. ഇനി ക്ലോക്ക് വൈസ് ആയിട്ടാണ് അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും, കൗണ്ടർ ക്ലോക്ക് വൈസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ആക്ഷൻ ആണ് ഇവിടെ പറയുന്നത്, അത് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇനി പിക്ചർ വരയ്ക്കുമ്പോൾ കണ്ടോ, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ സൈക്ലോൺസ് എങ്ങനെയാണ്, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ സൈക്ലോൺസ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ പിക്ചറുകളും കാര്യങ്ങളും വരയ്ക്കണം. ഓക്കെ, നൗ ഡിഫറൻസ് അഗെയിൻ കുറച്ചും കൂടി പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്, നോട്ട് ചെയ്യുക, പറ്റാവുന്നത് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ആവറേജ് സ്പീഡ് ഓഫ് ദി സൈക്ലോൺസ് പറയുമ്പോൾ ഇത്രയൊക്കെ സ്പീഡാണ് വരുന്നത്, ആൻറ്റി സൈക്ലോൺസ് പറയുമ്പോൾ സ്പീഡ് കുറവായിരിക്കും. പറ്റാവുന്ന പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതും ചോദിക്കാം, വാട്ട് ഈസ് എ കമ്പയർ സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് കൂടി നോട്ട് ചെയ്ത് പഠിച്ചോളൂ. ഇതോടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സമ്മറി ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു.